നമസ്കാരം, സല്ലൂസ് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് പുട്ടും കടലക്കറി ഉണ്ടാക്കാം. കടലക്കറിക്ക് വേണ്ട സാധനങ്ങൾ: ഒരു ബൗള് കടല കുതിർത്തെടുത്തത്, ഒരു ചെറിയ കഷ്ണം തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു സവാള. നേരത്തെ കാണിച്ച സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് കടല വേവിക്കാം. ഒരു ബൗൾ കടല, ഈ അരിഞ്ഞത് എല്ലാം ഇതിനകത്തോട്ടിടണം, കുക്കറിലോട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കടല വേകുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടിൻ്റെ മാവ് റെഡിയാക്കാം. 1 ഗ്ലാസ് പുട്ടുപൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത് നമുക്ക് നനച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിന് കട്ടുകൾ മാറുകയും ചെയ്യും, നല്ല പൊടിയായിട്ട് കിട്ടും, സ്മൂത്തായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ. ഇത് മിക്സിയിൽ പൊടിച്ചെടുത്തൊന്ന്. ഇനി നമുക്ക് തേങ്ങാപ്പീര് ചേർക്കാം, ഇത്ര. അപ്പോൾ ടേസ്റ്റ് കൂടും പുട്ടിന്. എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടി ഇളക്കിയെടുക്കാം. തേങ്ങ ചേർത്ത് ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും പുട്ടിന്. പുട്ടിന് മാവ് നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. ഈ ടീസ്പൂണിന് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ, കാശ്മീരി മിർച്ചി 1/4 ടീസ്പൂൺ, എരിവുള്ള മുളക് 1/2 ടീസ്പൂൺ, പിന്നെ ചെറിയുള്ളി 5 എണ്ണം ഞാൻ ചതച്ച് വെച്ചേക്കണത് 1 സ്പൂൺ. ചട്ടി ചൂടായി. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. 1/2 ടീസ്പൂൺ കടുക്. ഇത് നമുക്ക് ചുവന്നുള്ളി ചതച്ച് വിടാം. അപ്പോഴേക്കും നമുക്ക് കടല കുറച്ച് ഉടച്ച് വെക്കാം. കടല കുറച്ചിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കാം. അപ്പോൾ ഇത്തിരി കൊഴുപ്പും കിട്ടും, ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളി മൂത്ത്. ഇനി നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഇടാം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടി. ഇനി നമുക്ക് കടലയിലോട്ട് ഇടാം. ഇത് ഇത്ര മൂത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടണേ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് 1 വിസിൽ കൊടുക്കണം. നല്ലോണം ഇളക്കിയിട്ട് 1 വിസിലാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. നമുക്ക് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്, ചിരട്ടയല്ല ഇത്. തേങ്ങ ആദ്യം ഇടണം, കുറച്ച് മതി. കുറച്ച് തേങ്ങ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. മുകളിലും കുറച്ച് തേങ്ങ ഇടണേ. ഇത് അടച്ച് വെച്ചിട്ട് കുക്കറിലാണ് ഉണ്ടാക്കണത്. കുക്കറിൽ വിസിലിൽ. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറി റെഡിയായി. ഇതേ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.